Good morning to all. I am Mufida TM S5BBA. My topic is perquisites of sound incentive plan or scheme. Perquisites of sound incentive plan and scheme എന്ന് പറഞ്ഞാൽ many of the company concerned are implementing incentive scheme. To be successful, wage incentive plans should satisfy the following requirements. ഇതൊരു ഇൻസെൻറ്റീവ് സ്കീം ആണ്. ഇത് ഒരുപാട് ഇൻഡസ്ട്രീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള വേജ് ഇൻസെൻറ്റീവ് പ്ലാൻസ് ആണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ക്ലൈമറ്റ് ആണ്. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ്സ് ഫോർ the successful introduction of a wage incentive plan is a proper climate in the organization. ഫസ്റ്റ് ആയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ക്ലൈമറ്റ് അത് പ്രോപ്പറായിരിക്കണം. പ്രോപ്പർ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ അവിടെ സക്സസ്ഫുൾ ആയിട്ടുള്ള വേജ് ഇൻസെൻറ്റീവ് പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. സെക്കൻഡ്, കോർപ്പറേഷൻ ഓഫ് വർക്കേഴ്സ്. The cooperation of workers is essential to implement the scheme successfully. വർക്കേഴ്സ് തമ്മിലുള്ള കോപ്പറേഷനാണ് എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ്റെയും സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേജ് ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം ഇത് സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ കോപ്പറേഷന് മസ്റ്റായിട്ടും വേണം. തേർഡ് വൺ, വർക്കർ പാർട്ടിസിപ്പേഷൻ. A wage incentive scheme should be implemented with the consultation of the workers and their union. വർക്കേഴ്സിൻ്റെയും അവരുടെ യൂണിയൻ്റെയും കൺസൾട്ടേഷനോട് കൂടിയിട്ടാണ് ഈ ഒരു സ്കീം, അതായത് വേജ് ഇൻസെൻറ്റീവ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഫോർത്ത് വൺ, സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ്. The scheme must be based on scientific measurement. The standard set must be realistic and scientific. It should motivate workers to put better performance. സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എല്ലാ ഇതിലും എന്ന് വെച്ചാൽ എല്ലാ ഇംപ്ലിമെൻറ്റേഷനിലും സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ് മസ്റ്റായിരിക്കും. അതാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇത് ഈ സ്കീമിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു വെച്ചാൽ മോട്ടിവേറ്റ് വർക്കേഴ്സ് ടു പുട്ട് ബെറ്റർ പെർഫോമൻസ്. വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ ഒരു ബെറ്റർ പെർഫോമിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സയൻറ്റിഫിക് സ്റ്റാൻഡേർഡ് ഹെൽപ്ഫുള്ളാണ്. ഫിഫ്ത്ത് വൺ, സിംപ്ലിസിറ്റി ആണ്. The incentive scheme should be simple. It should not be complicated one. Every worker able to understand it properly. Simplicity എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ഇൻസെൻറ്റീവ് സ്കീംസും സിമ്പിളായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ബി കോംപ്ലിക്കേറ്റഡ് ആവരുത്. എല്ലാ വർക്കേഴ്സിനും ഒരുപോലെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം എന്നാണ് പറയുന്നത്. സിക്സ്ത് വൺ, ഇക്വിറ്റബിലിറ്റി. ദ സ്കീം ഷുഡ് ബി ഇക്വിറ്റബിൾ ആയിരിക്കണം. ദാറ്റ് മീൻസ് സ്കീം ഷുഡ് ബി പ്രൊവൈഡഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ എംപ്ലോയീസ് ടു ഏൺ ഇൻസെൻറ്റീവ് പേ, അതർവൈസ് ജലസ്ലി ആൻഡ് ഡിസാറ്റിസ്ഫാക്ഷൻ അറൈസ് എമംഗ് എംപ്ലോയീസ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ സ്കീം പ്രൊവൈഡ് ചെയ്യുമ്പോൾ, അതായത് വേജ് ഇൻസെൻറ്റീവ് സ്കീം പ്രൊവൈഡ് ചെയ്യണത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഓൾ, ഒരു വേർതിരിവും കൂടാതെ, എംപ്ലോയീസിലൊരു വേർതിരിവും കൂടാതെ വേണം അവർക്ക് ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ തന്നെ അസൂയ, അതുപോലെ അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. എംപ്ലോയീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അസൂയയും അതുപോലെ എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷനും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഇക്വിറ്റബിൾ ആയിരിക്കണം. സെവൻത്ത് വൺ, ഫ്ലെക്സിബിൾ.
The plan should be flexible enough to make changes. നമ്മൾ മാറുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പ്ലാനിങ്ങും ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ച് നമുക്ക് തന്നെ അറിയാം, ഒരുപാട് ചേഞ്ചസ് ആണ് ഇന്ന് ടെക്നോളജിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മുടെ പ്ലാനിങ് ഫ്ലെക്സിബിൾ ആക്കാൻ നമുക്ക് കഴിയണം. 8th one, less costly. The incentive plan should not be costly operation. While installing an incentive wage scheme, cost incurred for job evaluation, work measurement, additional supervision, etc. must be considered. അതായത് ലെസ് കോസ്റ്റ് ആയിരിക്കണം, ഒരുപാട് കോസ്റ്റ്ലി ഒന്നും ആവരുത്. വൈഡ് കവറേജ്. ഇൻഡയറക്റ്റ് വർക്കേഴ്സ് സച്ച് ആസ് സൂപ്പർവൈസർ, foreman, helper, crane operator, canteen staff, storekeepers and clerical staff should also be covered by incentive scheme. വൈഡ് കവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ വർക്കേഴ്സും, അതായത് ഇൻഡയറക്റ്റ് വർക്കേഴ്സിനെയും കവർ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ എല്ലാ വർക്കേഴ്സിനെയും കവർ ചെയ്യണം. ഇൻഡയറക്റ്റ് വർക്കേഴ്സായ സൂപ്പർവൈസർ, ഫോർമാൻ, ഹെൽപ്പർ, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് ഇങ്ങനത്തെവരെല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഇൻസെൻറ്റീവ് സ്കീം പ്രൊവൈഡ് ചെയ്യാൻ. 10th one, careful planning. An incentive scheme should be careful planned. If it is not carefully prepared, the objective of introducing incentive scheme become a failure. കെയർഫുൾ ആയിട്ട് വേണം ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം ഈ ഒരു ഒബ്ജക്റ്റീവ്, ഈ ഒരു ഇൻസെൻറ്റീവ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കിട്ടാതാവുകയും അത് വിജയിക്കാതിരിക്കുകയും ചെയ്യും. 11th one, guarantee minimum wage. The wage incentive should guarantee minimum wage to all employees. It will ensure a sense of security among employees. നമ്മൾ വേജിൽ ഗ്യാരണ്ടി കൊടുക്കുക. നമുക്കിത് കേട്ടാലറിയാം, ഗ്യാരണ്ടി മിനിമം വേജസ് എംപ്ലോയീസിന്, എല്ലാ എംപ്ലോയീസിനും കൊടുക്കുക. ഇറ്റ് വിൽ എൻഷ്യൂർ എ സെൻസ് ഓഫ് സെക്യൂരിറ്റി എമംഗ് എംപ്ലോയീസ്. അവരിൽ നമുക്കൊരു വിശ്വാസം അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. 12th, sufficient amount of incentives. Incentives paid must motivate the employees to perform well. ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന പക്ഷം എംപ്ലോയീസ് മോട്ടിവേറ്റ് ആവണം, അവരുടെ പെർഫോമൻസ് ഒന്നുകൂടി നന്നായി പെർഫോം ചെയ്യാൻ അവർക്ക് കഴിയും. 13, ceiling on earnings. The maximum amount of earnings an employee can earn must be fixed. This will help to maintain the quality of work. അതായത് എംപ്ലോയിക്ക് വാങ്ങാൻ കഴിയുന്ന അത്രയും ഒരു എമൗണ്ട്, മാക്സിമം എമൗണ്ട്, ആ ഒരു ഏർണിങ്സ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കണം. അതിൽ ചേഞ്ചസ് വരുമ്പോൾ, അതായത് അത് കുറക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെ ബാധിക്കും. അപ്പോൾ അതെപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് എന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. 40th one, grievance settlement. Steps should be taken to solve the grievance of employees arising due to incentive scheme. ഗ്രീവിയൻസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലാണ്ട് ഒരുപാട് പ്രോബ്ലംസ് അവരുടെ ഇതിലുണ്ടാക്കും. അതൊക്കെ നമ്മൾ ഓർഗനൈസേഷന് ഇത് ചെയ്തു കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അവരുടെ ഇൻസെൻറ്റീവ് സ്കീം റൈസ് ചെയ്യാനും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും ഗ്രീവിയൻസ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ടൈംലി പേയ്മെൻറ്റ്. 15th, ടൈംലി പേയ്മെൻ്റ് ആണ്. ഇൻസെൻറ്റീവ് ഷുഡ് ബി പെയ്ഡ് ആസ് ആൻഡ് വെൻ ദ വർക്കേഴ്സ് കംപ്ലീറ്റഡ് ഹിസ് ജോബ്.
കറക്റ്റ് സമയത്ത് അവർക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ജോബ് കംപ്ലീറ്റഡ് ആക്കി, അല്ലെങ്കിൽ വർക്കേഴ്സ് അവരുടെ ജോബ് കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് അതിന് ശേഷം അവർ നല്ല പോലെ അക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസെൻറ്റീവ് ഷുഡ് ബി പെയ്ഡ്. Review 16th review rates. The rate should be periodically reviewed. റിവ്യൂ റേറ്റ് എപ്പോഴും പീരിയോഡിക്കലായിട്ട് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.